ശക്തമായി പ്രകാശിക്കും. ചിത്തേ നിതരാം പ്രശാന്തകലനെ, ആ ചഞ്ചലത അങ്ങ് പോയി. ലബ്ധ്വ, ആ ചിത്തത്തിൽ ഇത് കിട്ടുന്നു. പ്രശാന്തകലനെ ലബ്ധ്വ മുനിർ നിർവൃത, മുനി നിർവൃതനായിത്തീരുന്നു. എനിക്കിനി ഒന്നും ചെയ്യാനില്ല. കൃതം കൃത്യം പ്രാപണീയം പ്രാപ്തം, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, എത്തേണ്ടിടത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം എന്നാണ് ഈ സത്യം അനുഭവിക്കാൻ കഴിഞ്ഞ ഋഷിമാർ, വേദാന്തികൾ. ഋഷിമാർ എന്നൊന്നും കേട്ട് ഭയപ്പെടണ്ട, നമുക്കൊക്കെ ഋഷിമാരാവാം ഈ സത്യം അനുഭവിച്ചിട്ട്. അദ്ദേഹമൊക്കെ പറയുന്നത് പഞ്ചദശീകർത്താവായ വിദ്യാരണ്യസ്വാമികൾ വലിയ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ചു. വിജയനഗര സാമ്രാജ്യം, അല്ലാതെ വെറുതെ ഇരുന്ന ആളുകളൊന്നുമല്ല. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ചു. അവിടെ രാജാവിൻ്റെ മന്ത്രിയായി കഴിഞ്ഞുകൂടി. ഒടുവിൽ കുറേ നാളൊക്കെ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഇതൊന്നും വലിയ ഗുണമില്ല എന്ന് പറഞ്ഞ് സത്യം മനസ്സിലാക്കി സന്യസിച്ച ആളാണ് വിദ്യാരണ്യസ്വാമികൾ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പഞ്ചദശി, ജീവൻ മുക്തി വിവേകം. അത് രണ്ടും ഇവിടെ വാങ്ങാൻ കിട്ടും. ഗംഭീരമായ 2 കൃതികളാണ്. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം സുന്ദരമായി വിവരിക്കുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹം പറയുന്നു, ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം, ഞാൻ ധന്യനാണ്. എന്തുകൊണ്ട്? ഈ സത്യം എനിക്ക് പിടികിട്ടി. ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം. അങ്ങനെ യച്ചിത്തേ നിതരാം പ്രശാന്തകരനെ ലബ്ധ്വാ മുനിർനിർവൃതഃ യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീർബ്രഹ്മൈവ. ആരുടെ ചിത്തമാണോ ഈ നിത്യാനന്ദ സമുദ്രത്തിൽ ലയിച്ച് ഏകീഭവിക്കുന്നത്, നിത്യസുഖാംബുധൗ ഗളിതധീർ ബ്രഹ്മൈവ, അദ്ദേഹം ബ്രഹ്മമായിത്തീരുന്നു. അല്ലാതെ ബ്രഹ്മത്തെ അറിയുന്നയാൾ ഒരു തുള്ളി വെള്ളം സമുദ്രത്തിൽ വീണ് ലയിച്ചാൽ ആ വെള്ളം സമുദ്രത്തിൽ മാറി നിൽക്കുന്നില്ല, സമുദ്രമായി മാറുന്നു. അതുപോലെ നമ്മൾ ഈ സത്യം കണ്ട് എല്ലാം അതാണെന്ന് ഉറപ്പുവരുന്ന ആൾ ഈ ആനന്ദസമുദ്രത്തിൽ ലയിച്ചൊന്നായി ചേർന്നിട്ട് യസ്മിൻ ഗളിതധീർ ബ്രഹ്മൈവ ന ബ്രഹ്മവിത്ത്, അദ്ദേഹത്തെ ബ്രഹ്മത്തെ അറിയുന്നയാളാണ് എന്ന് പറയാനേ പാടില്ല. അദ്ദേഹം ബ്രഹ്മമായി കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മൈവ ന ബ്രഹ്മവിത്ത് യകശ്ചിത്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സുരേന്ദ്ര വന്ദിതപദോ, ദേവേന്ദ്രൻ അങ്ങ് മാറി നിന്ന് ഭഗവൻ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പോവും. സുരേന്ദ്ര വന്ദിതപദോ, ഇക്കാര്യം തീർച്ചയാണോ? നൂനം മനീഷാ മമ, എടോ എൻ്റെ ഉറപ്പായ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തെ ചലിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഇവിടെ എൻ്റെ മുമ്പിൽ പ്രപഞ്ചമൊന്നുമില്ല, ഒരേ ബ്രഹ്മാനന്ദം മാത്രം. കഷ്ടപ്പെടുന്നവരുമില്ല, ഒന്നുമില്ല. ഇതെനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. കൊഗതം ഖേനവാനീതം കുത്രലീനമിതം ജഗത്. ഇതനുഭവിച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എടാ ഈ ജഗത്ത് കൊഗതം എവിടെ പോയി? കാണാനില്ലല്ലോ. കൊഗതം കുത്രവാലീനം ഖേന നീതമിതം ജഗത്, ആരെടുത്തുകൊണ്ട് പോയി ഈ ജഗത്തിനെ? അധുനൈവ മയാ ദൃഷ്ടം, ഈ ഉറപ്പ് വരുന്നതിന് അല്പം മുമ്പ് വരെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ ഈ പ്രപഞ്ചത്തെ? കൊഗതം ഖേനവാനീതം കുത്രലീനമിതം ജഗത് അധുനൈവ മയാ ദൃഷ്ടം. അദ്ഭുതം, മഹദദ്ഭുതം എന്നല്ലാതെ എന്ത് പറയാൻ? മഹദദ്ഭുതം. അതാണ് ബ്രഹ്മൈവ ന ബ്രഹ്മവിത് യകശ്ചിത് സ സുരേന്ദ്ര വന്ദിതപദോ നൂനം മനീഷാ മമ. വാചാ വക്തും അശക്യമേവ, ഈ ആനന്ദം ആണ് അനിർദ്ദേശ്യം പരമം സുഖം എന്ന് ഉപനിഷത്ത് പറയുന്നത്. വാക്കുകൊണ്ട് വിവരിക്കാനൊക്കില്ല. വാചാ വക്തും അശക്യമേവ മനസാമന്തും നവാശക്യത്തെ, എന്നാൽ മനസ്സുകൊണ്ട് ഇതിനെ ഒന്ന് വിചാരം ചെയ്തറിയാൻ പറ്റുമോ? ഒരാനന്ദത്തെയും അങ്ങനെ വിചാരം ചെയ്തറിയാൻ പറ്റില്ല, വാക്കുകൊണ്ട് വിവരിക്കാനൊക്കില്ല. നല്ല പാട്ട് കേട്ടു,
നല്ല സുഖം. ആ സുഖം എങ്ങനെയുള്ളതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എടോ, ഇയാൾ നാളെ പോയി ആ പാട്ട് കേൾക്കൂ, അപ്പോൾ അനുഭവിക്കാം. പറഞ്ഞു തരാനൊന്നും പറ്റില്ല. എങ്ങനെ പറഞ്ഞു തരും? സുഖം എന്ന് പറയാം. നിങ്ങളനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് എങ്ങനെ വിവരിച്ച് കേൾപ്പിക്കാൻ പറ്റും? വാചാവക്തും അശക്യമേവ മനസാമന്തും നവാശക്യത്തെ സ്വാനന്ദാമൃത പൂരപൂരിത പരബ്രഹ്മാംബുധേർവൈഭവം. സ്വാനന്ദാമൃതം, സ്വന്തം സ്വരൂപമായ ആനന്ദാമൃതം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഈ പരബ്രഹ്മാംബുധിയെ ആർക്കാണ് വിവരിക്കാൻ കഴിയുക? പരബ്രഹ്മാംബുധേർവൈഭവം അംഭോരാശി വിശീർണ വാർഷികശിലാഭാവം ഭജൻ മേ മനോ യസ്യ അംശലവേ വിലീനം അധുനാനന്ദാത്മനാ നിർവൃത്തം. എൻ്റെ മനസ്സ് സമുദ്രത്തിൽ വീണ ആലിപ്പഴം അലിഞ്ഞലിഞ്ഞ് സമുദ്രമായി മാറുന്നത് പോലെ എൻ്റെ മനസ്സ് മുഴുവൻ ആ ആനന്ദ സമുദ്രത്തിൽ അലിഞ്ഞലിഞ്ഞ് അതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിനി അതിനെക്കുറിച്ച് വിവരിച്ചു തരാനോ ഒന്നും സാധ്യമല്ല എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഇത് തന്നെയാണ് യമനും പറയുന്നത്. വിവരിക്കാൻ വയ്യാത്ത ആ സുഖം ഞാൻ എങ്ങനെ വിവരിക്കും? അതിവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ഇപ്പം ആരോടും പറഞ്ഞു തരാൻ പറ്റില്ല. അതിനെ അങ്ങനെ കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. നതത്ര സൂര്യോഭാതി. ആ സുഖത്തെ ബാക്കി ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതാണല്ലോ സൂര്യൻ. ആ സൂര്യൻ ഈ സത്യത്തെ ഒന്ന് പ്രകാശിപ്പിച്ചുകൂടെ? പറ്റില്ല. സൂര്യൻ പ്രകാശിക്കുന്നത് പിന്നിൽ ആ സത്യമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സൂര്യൻ പ്രകാശിക്കുകയില്ല. സൂര്യനൊന്നൊരു വസ്തുവേ ഇല്ല. അപ്പോൾ ആ സൂര്യന് ഈ സത്യത്തെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം. ചന്ദ്രനോ നക്ഷത്രമോ ഒന്നും ആ സത്യത്തെ പ്രകാശിപ്പിക്കില്ല. ന ചന്ദ്രതാരകം നേമാ വിദ്യുത്തോഭാന്തി. ഈ മിന്നൽ പിണർ പ്രകാശിപ്പിക്കുമ്പോൾ രക്ഷയില്ല. നേമാ വിദ്യുത്തോഭാന്തി കുതോയം അഗ്നി. പിന്നെയാണോ ഈ അഗ്നിക്ക് ആ സത്യത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുക? എന്തുകൊണ്ടെന്നോ തമേവ ഭാന്തം അനുഭാതി സർവം. ഈ ജഗത്തിൽ കാണുന്ന സകലതും, ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ആ സത്യത്തെ പിന്തുടർന്ന് പ്രകാശിപ്പിക്കുന്നു. ആ സത്യം പുറകിലുള്ളത് കൊണ്ട് പ്രകാശിക്കുന്നു. ഉണ്ട് എന്നറിയാൻ കഴിയുന്ന ഒരു സത്യമില്ലെന്ന് വന്നാൽ ആ നിമിഷം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ശൂന്യം. ഇതെങ്കിലും നമ്മുടെ ചിന്തകന്മാർക്ക് പിടികിട്ടുന്നില്ലല്ലോ. ഒരു കുണ്ഠവുമില്ല, പിടികിട്ടില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. എന്താ തമേവ ഭാന്തം അനുഭാതി സർവം. ഒന്ന് വീട്ടിൽ പോയിരുന്ന് ചിന്തിച്ചു നോക്കുക. ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഈ പ്രപഞ്ചത്തിലില്ലെന്ന് വെക്കുക. ആ നിമിഷം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ശൂന്യം. ഉണ്ടെന്ന് അനുഭവിക്കാൻ വസ്തുവില്ലെങ്കിൽ ഏത് ജഗത്ത് ആ വസ്തുവാണ് നമ്മുടെയൊക്കെ ഉള്ളിലിരുന്ന് ഞാനുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് രാപകൽ വിളിച്ചു പറയുകയാണ്. പക്ഷെ അങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ അധികമാരും കൂട്ടാക്കുന്നില്ല. അങ്ങനെ അഗ്നിക്കൊന്നും തമേവ ഭാന്തം അനുഭാതി സർവം. ഈ കാണുന്നതൊക്കെ ആ ജഗതീശ്വരനെ പിന്തുടർന്ന് പ്രകാശിക്കുന്നു. തസ്യ ഭാസ സർവമിദം വിഭാതി. അദ്ദേഹത്തിൻ്റെ ആ പ്രകാശം കൊണ്ട് ഈ കാണുന്ന അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പ്രകാശിക്കുന്നു. ഇല്ലെങ്കിൽ എല്ലാം ശൂന്യം. ഇത്രയും പറഞ്ഞ് യമൻ 5ാം വല്ലി അവസാനിപ്പിക്കുകയാണ്. सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है ईश्वर।
की क्या बात है, ईश्वर अपने साथ है, डरने की क्या बात